എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലോട്ട് സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിലോട്ടും സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ടേ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ എന്തൊക്കെയോ ജോലികളൊക്കെ അതുകൊണ്ട് ഒതുക്കി വെച്ച് ചായയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി പാത്രങ്ങളൊക്കെ ഒരു രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയി. രാവിലെ തന്നെ പുറപ്പെടാൻ കാരണം രണ്ട് കുട്ടികളെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ കല്യാണമായിരുന്നു ഇന്ന്. അത് ഒരു കുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ അമ്പലത്തിൽ, ഒന്ന് ഓഡിറ്റോറിയത്തിലുമാണ്. അമ്പലത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവൂല, പൂജ കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിയും. ഏകദേശം 10 മണി 11:30 ഉള്ളിൽ തന്നെ മുഹൂർത്തം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വിളിച്ചവരൊക്കെ, അതും കല്യാണം കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ നമ്മൾ അതനുസരിച്ച് അവിടെ എത്തിയിരിക്കും. പിന്നെ മറ്റൊരു കുട്ടിയുടേതും ഓഡിറ്റോറിയത്തിലായിരുന്നു, പക്ഷെ അത് കുറച്ചധികം ദൂരമായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ കോളേജിൽ പഠിക്കുന്ന 3 കുട്ടികളുടെ വിവാഹ നിശ്ചയമാണ്. കുട്ടികളൊക്കെ ഇപ്പം നേരത്തെ വിവാഹ നിശ്ചയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന അതിനായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പം ജീവിച്ചു പോകുന്നത് എന്നതാണെന്ന് ഒരു യാഥാർത്ഥ്യം. പിന്നെ അത് കൂടാതെ എൻ്റെ സഹോദരിയെ പോലെ എന്നല്ല, സഹോദരി തന്നെയാണ്. അവരുടെ ഫാമിലി കുറേ വർഷക്കാലം എൻ്റെ കോളേജിൽ ട്യൂട്ടറായിരുന്നു, ലെക്ചറായിരുന്നു. അതിനുശേഷം ഇപ്പം ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്, ആരോഗ്യ മേഖലയിൽ തന്നെയാണ്. അപ്പം അവരുടെ എല്ലാ ഫങ്ഷനും എന്നെ സ്വന്തം വീട്ടിൽ പോലെ തന്നെ എനിക്ക് പോകാനും അതുപോലെയുള്ള സ്വാതന്ത്ര്യവും തിരിച്ച് ഇങ്ങോട്ടും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നവരാണ്. അപ്പം അവരാഗ്രഹിച്ചുണ്ടാക്കിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ അതെന്തായാലും പോകണം. ഇതെല്ലാം കൂടി ഇപ്പം എങ്ങനെ പോകും? പറ്റത്തില്ല. അങ്ങനെ ഞാൻ പ്രസീതയോട് വിളിച്ചു വരുന്നു. പ്രസീതയ്ക്ക് അറിയാം കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാകുമ്പം കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. പിന്നെ നിശ്ചയമുള്ള കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിശ്ചയമല്ലേ, നടക്കട്ടെ, സന്തോഷമായിട്ട് കല്യാണത്തിന് നമുക്ക് കാണാം എന്ന് പറഞ്ഞു. പിന്നെ കല്യാണമുള്ള 2 കുട്ടികളെടുത്ത് നമുക്ക് എന്തായാലും പോകണം. അവരുടെയും നിശ്ചയത്തിന് നമ്മൾ വിളിച്ചിട്ടുണ്ടാകും. ആ സമയത്തും നമുക്ക് വേറെ ഫംഗ്ഷൻ ഉണ്ടായതുമാണ്. അപ്പോൾ അതിന് നമ്മൾ പോകാതിരിക്കുന്നതിൽ ഒരർത്ഥമില്ല, ഒരു ശരിയായ രീതിയല്ല. നമ്മുടെ മക്കളാണ് അവരൊക്കെ. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന നമ്മളോടുള്ളൊരു വിശ്വാസം കൊണ്ട് പിന്നെ നമ്മളും അതേ വിശ്വാസം അങ്ങോട്ട് കാത്തു സൂക്ഷിക്കണം. അവർ നമ്മൾക്ക് മക്കൾ തന്നെയാണ്. അപ്പം അവരെ കൈപിടിച്ചുയർത്തി കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗം നമ്മളും കൂടെ ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ അടുത്ത് പഠിക്കുന്നത്ര കാലം അവരുടെ ക്യാരക്ടറിൻ്റെ രീതിക്ക് ഏത് വഴിക്കാണ് പോകുന്നതെന്നും അവർ പഠിക്കുന്നതും ഒക്കെ നമ്മളും കൂടി അത് ഉൾപ്പെട്ട് നമ്മളുടെ കഴിവും കൂടി ഉണ്ടാകും. അതൊക്കെ നല്ല രീതിയിൽ വാർത്തെടുത്ത് പുറത്തോട്ട് വരുമ്പോഴേക്കും അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ എല്ലാ കാര്യത്തിനും നമ്മൾ പോകേണ്ടതുണ്ട്. നല്ല മനസ്സോടുകൂടി തന്നെ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ ഞാനും ഗിരീഷേട്ടനും കൂടി വന്നില്ല. കുറേ ദിവസം യാത്രയായതുകൊണ്ട് ക്ഷീണമായതുകൊണ്ട് മകൻ വന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഏകദേശം ഒക്കെ എല്ലാം ഒതുക്കി വെച്ച്, കുറേ ദിവസമായിട്ട് വീട്ടിൽ ആളുതാമസം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. ആദ്യം തന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ടായത് പോയത്. അട്ടേങ്ങാനം മഹാശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം. ഞങ്ങൾ രാവിലെ തന്നെ എത്തി. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ക്ലാസ്സിലെ കുട്ടികളെ ഏകദേശം 10-35ഓളം കുട്ടികളുള്ള ക്ലാസ്സാണ്. അപ്പം ഓരോരോ കുട്ടികളായി എത്തിക്കൊണ്ടും കൂട്ടുകാർ ഗ്യാങ്ങായി എത്തിക്കൊണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. കുട്ടികളെല്ലാം മറ്റൊരു കുട്ടിയുടെ കല്യാണത്തിൽ വരുന്നു, തിരിച്ചും അങ്ങനെയൊക്കെ സംഭവിക്കും. എന്തൊരു സന്തോഷമാണെന്നോ ഇതൊക്കെ. കല്യാണമൊക്കെ സന്തോഷമായി കൂടി. ഞങ്ങളും കുട്ടികളൊക്കെ കൂടി ഫോട്ടോ സെക്ഷനൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ഭയങ്കര ചൂടുള്ള കാലാവസ്ഥ. പിന്നെ നമ്മൾ കല്യാണമൊക്കെ ആകുമ്പോൾ എല്ലാവരും കുറച്ചൊരു മേക്കപ്പ് ഇട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണല്ലോ പോകുന്നത്, അത് സ്വാഭാവികമാണല്ലോ. അതും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല. വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത കല്യാണ സ്ഥലത്തോട്ട് പോയി. അത് പാണത്തൂര് തന്നെയാണ്. ജനറൽ നഴ്സിംഗ് ഫസ്റ്റ് ഇയറിലെ കുട്ടിയാണത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സെക്കൻഡ് ഇയറിലെ കുട്ടിയാണ്. സെക്കൻഡ് ഇയറിലെ കുട്ടിയുടെ പേര് ആതിര എന്നാണ്. ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ആ കുട്ടി മെഡിക്കൽ ഫീൽഡിലോട്ട് വന്നിരിക്കുന്നത്. സാമാന്യ രീതിയിലുള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് ഗൾഫിൽ ജോലിയുള്ള ഒരു കുട്ടിയാണ്. രണ്ടാമത്തെ കുട്ടിയും പാണത്തൂരിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അവളെയും കല്യാണം കഴിച്ചിരിക്കുന്നത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പം ആ കല്യാണത്തിന് രണ്ടാമതെത്തി. അവിടെ കുറച്ചധികം ദൂരം യാത്ര ചെയ്യണം. പാണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തണം. അവിടെ എത്തുമ്പോഴത്തേക്കും കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടി സാരിയൊക്കെ മാറാൻ പോയി. എത്രത്തോളം ഒരു സമയമായി. അവിടെയും നമ്മുടെ ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ധാരാളം കുട്ടികൾ അവിടെയും എത്തിയിട്ടുണ്ട്. കുട്ടികളോടൊക്കെ സംസാരിച്ച് കുട്ടികളൊക്കെ നല്ല വർണ്ണത്തിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല
രീതിയിൽ ഒരുങ്ങി നമുക്ക് മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന രീതിയിലൊക്കെയാണ് കുട്ടികളെയൊക്കെ കണ്ടത്. അപ്പം കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിങ്ങനെ നിറയും. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരോടും സംസാരിച്ച് അവരെയൊക്കെ കൂടെ അങ്ങനെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, കാരണം ഭക്ഷണം കഴിക്കുന്ന അവർ പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതാണെങ്കിലും നമ്മൾ വേണ്ട എന്ന് പോകുന്നത് ഒരു ശരിയല്ല. കാരണം ഒരു നല്ലൊരു ഫംഗ്ഷൻ്റെ ദിവസം നമ്മൾ അതിലൊക്കെ ഇഴുകി ചേരേണ്ടതുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സമയം നന്നായിട്ട് വൈകുന്നേരം ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം സംഭവം ബഹുലമായിട്ടങ്ങ് പോയി. പിന്നെ വൈകുന്നേരമായ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഒപ്പിക്കലൊക്കെയാണ്. മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഇന്ന് വൈകുന്നേരം അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവ് ഞാൻ കുക്കറിലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ സമയം നമുക്ക് വേണ്ട. അപ്പോൾ 2 കുട്ടികളുടെയും കല്യാണത്തിന് പോയ വീഡിയോസും ഫോട്ടോസൊക്കെയാണ് ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കുന്നത്. എല്ലാവരും കാണണം, അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. ഈ കാണുന്നതാണ് അട്ടേങ്കാനം വേളൂർ മഹാശിവക്ഷേത്രം. ഇവിടെ നിന്നായിരുന്നു ആതിരയുടെ കല്യാണം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കല്യാണം ഉണ്ടാവുന്നത്. മുമ്പ് ഒരു കല്യാണത്തിന് ഞാൻ പോകുമ്പോൾ സൈഡിൽ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് ആയിരുന്നു. അത് അവരവരുടെ ഇഷ്ടാനുസരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആതിരയുടെ കൂടെ ഞാനും സന്ധ്യയും സന്ധ്യയുടെ മോളും കൂടെ നിൽക്കുന്നതാണ്. സന്ധ്യ എൻ്റെ കോളേജിലെ ലെക്ചറാണ്. അങ്ങനെ ഞങ്ങൾ സാരിനെക്കുറിച്ചൊക്കെ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരിച്ചതാണ് കേട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെയും കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇത് ആതിരയുടെ അമ്മയാണ് കേട്ടോ. അമ്മയുടെ കൂടെ നിന്നിട്ടും ഞങ്ങളൊരു ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ് കേട്ടോ. അർച്ചനയുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഗഗനയാണ്, ഗഗനയും ഹസ്ബൻഡും. ഇതിൽ സന്ധ്യയുണ്ട്, സന്ധ്യയുടെ മോളുണ്ട്, ഞാനുണ്ട്. അത് ഈ ചിരിക്കുന്നത് അഖിലയാണ് കേട്ടോ. അഖിലയുണ്ട്. പിന്നെ നമ്മുടെ അനുശ്രീ ഉണ്ട്. പിന്നെ സജിനയുണ്ട്. അതുപോലെ തന്നെ പേരെനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ കിട്ടുന്നില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത് നമ്മളുടെ രേഷ്മയാണ് കേട്ടോ. രേഷ്മയുണ്ട്, നന്ദനയുണ്ട്, ചന്ദനയുണ്ട്. പിന്നെ ഇത് നമ്മളെ മേബിളാണ് കേട്ടോ. മേബിളാണ്. ഇവരൊക്കെ എന്നാൽ ഒന്നാന്തരം ടീമാണ് കേട്ടോ. ഇവരൊക്കെ നല്ല സ്റ്റൈലായിട്ട് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ എല്ലാ കല്യാണത്തിനും പോകും. ഭയങ്കര സന്തോഷമാണ് അവരൊക്കെ ഇങ്ങനെ നോക്കുമ്പം. ഇത് നമ്മുടെ പിള്ളേർ ആണ് കേട്ടോ. അങ്ങനെ പിള്ളേരോടൊക്കെ സംസാരമൊക്കെ ഇവരൊക്കെ നന്നായിട്ട് പഠിക്കുകയും നല്ല സ്മാർട്ട് കുട്ടികളാണ് കേട്ടോ. പഠനം മാത്രമല്ല എല്ലാ കഴിവുകളും നല്ല ഏബിളായിട്ടുള്ള കുട്ടികളാണ് ഇവരൊക്കെ. നമുക്കൊക്കെ നല്ല അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ള നല്ല നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമകളുമാണ്. അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾത്തിരക്കാണ്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് നല്ല ലാവിഷായിട്ട് നിന്ന് കാണാനും സാധിക്കില്ല. അങ്ങനെ എനിക്കങ്ങനെ നന്നായിട്ട് കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ ഒപ്പിച്ചിട്ടൊക്കെ ഒരു വീഡിയോയൊക്കെ എടുത്തതാണ്. കുട്ടികളും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുകളിലൊക്കെ കയറി നിന്നിട്ടുണ്ട്. നമുക്കിപ്പം അത് പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞപ്പാട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ സെക്ഷനായിരുന്നു. അങ്ങനെ ഞങ്ങളും കുട്ടികളൊക്കെ കൂടി ഫോട്ടോസ് എടുത്തു. കുട്ടികൾ നല്ല ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പാട് അടുത്ത കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിവായി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ചൂടാന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. പായസമൊക്കെ അടുപ്പത്തുനിന്ന് കോരിയെടുത്ത ഒരു പ്രതീതിയാണ്. പിന്നെ പുറത്തെ ചൂട് വേറെയും. അങ്ങനെ നല്ല ഒന്നാന്തര സദ്യയായിരുന്നു പായസമൊക്കെ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു. കഴിച്ചിട്ട് ഞങ്ങൾ പോയി. വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കൂടി. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി. ഇതാണ് രണ്ടാമത്തെ കുട്ടി, അനഘ. പാണത്തൂറുള്ള കുട്ടിയുടെ കല്യാണം. അവളുടെ അച്ഛനും അമ്മയും ബ്രദറുമാണ്. ഇത് അനഘയും അനഘയുടെ പ്രതിശ്രുത വരനുമാണ്. ഇത് എൻ്റെ കുട്ടികളാണ്. അനുശ്രീയുണ്ട്, അതുപോലെ തന്നെ ശാലിനിയുണ്ട്, പിന്നെ ഞാനുണ്ട്, സന്ധ്യയുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ് കേട്ടോ. ഹിബയുണ്ട്. അങ്ങനെ ഗിരീഷേട്ടൻ പുറത്തിൽ നിന്ന് നോക്കുക. ഇവർക്കൊക്കെ എത്ര ഫോട്ടോ എടുത്താലും തീരില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ കമൻറ്റൊക്കെ പറഞ്ഞ് തരുമോ. പിന്നെ ഫോട്ടോയിൽ ഫിലിമൊന്നും പോകാനില്ലല്ലോ എന്ന് ഞങ്ങളും പറഞ്ഞു. ഇത് ഹർഷിതയാണ് കേട്ടോ. ഇത് നമ്മുടെ സവിതയാണ്. സവിത കർണാടകയിൽ നിന്ന് വന്ന് പഠിക്കും.